നമ്മുടെ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും മറ്റൊരു പ്രപഞ്ചത്തിൽ ഓപ്പോസിറ്റ് ആയിട്ടാണ് നടക്കുന്നത്. ടൈം പോലും അവിടെ റിവേഴ്സിലാണ് പോകുന്നത്. സോ ആ ഒരു യൂണിവേഴ്സിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ചത്തിൻ്റെ പേരാണ് ആൻറ്റി യൂണിവേഴ്സ്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ആൻറ്റി യൂണിവേഴ്സ് എന്നതും എന്തുകൊണ്ടാണ് സയൻറ്റിസ്റ്റ് ആൻറ്റി യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നത് എന്നുമാണ്. പൊതുവെ നമ്മുടെ യൂണിവേഴ്സിലെ എല്ലാ കാര്യങ്ങളും ബാലൻസ്ഡ് ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് നെഗറ്റീവ് ചാർജും ഉണ്ട്. ഇത് രണ്ടും തമ്മിൽ ബാലൻസ്ഡ് ആണ്. ന്യൂട്ടൻ്റെ തേർഡ് ലോ നോക്കിയാൽ ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാണ്. ഇനി നമ്മുടെ ഫിലോസഫിയുടെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ലോ ഓഫ് കർമ്മ, നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് നമുക്കും നടക്കുക. ഇപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്താൽ നമ്മൾക്ക് സംഭവിക്കുന്നതും പോസിറ്റീവാണ്. ഇപ്പോൾ നമ്മൾ നെഗറ്റീവായിട്ട് വല്ലതും ചെയ്താൽ നമുക്ക് സംഭവിക്കുന്നത് എന്താണ്? നെഗറ്റീവാണ്. സോ ഇതാണ് ലോ ഓഫ് കർമ്മ. ഇനി ഇപ്പോൾ ആറ്റം ലെവൽ നോക്കുകയാണെങ്കിൽ ആറ്റത്തിൽ നെഗറ്റീവ് ചാർജും ഉണ്ട്, അതുപോലെ തന്നെ അതിന് ഈക്വൽ ആയിട്ട് പോസിറ്റീവ് ചാർജും ഉണ്ട്. ഇത് രണ്ടും ബാലൻസ്ഡ് ആയിട്ടാണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ പോകുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് സയൻറ്റിസ്റ്റുകൾക്ക് ഒരു തിങ്കിങ് വന്നത്, അതായത് യൂണിവേഴ്സിലെ എല്ലാ സംഭവങ്ങളും ബാലൻസ്ഡ് ആണ്. അപ്പോൾ നമ്മുടെ ഈ ടോട്ടൽ യൂണിവേഴ്സ് എന്തുകൊണ്ട് മറ്റൊരു യൂണിവേഴ്സുമായിട്ട് ബാലൻസ് ആയിക്കൂടാ എന്നത്. മറ്റൊരു യൂണിവേഴ്സ് ഉണ്ടെന്നാണ് സയൻറ്റിസ്റ്റുകൾ വിശ്വസിക്കുന്നത്. അതുമല്ല, നമ്മുടെ നേച്ചറിന് ഒരു ബേസിക് സിമ്മട്രി ഉണ്ടെന്ന് ഫിസിസിസ്റ്റുകൾ വിശ്വസിക്കുന്നു. സിമ്മട്രി മീൻസ് ഒരു സർക്കിൾ എടുത്താൽ അതിൻ്റെ സെൻറ്ററിലൂടെ ഒരു ലൈൻ വരച്ചാൽ രണ്ട് ഭാഗവും ഈക്വൽ ആയിട്ടിരിക്കും. സോ അതാണ് സിമ്മട്രി. സയൻറ്റിസ്റ്റുകൾ പറയുന്നത് നമ്മുടെ നേച്ചറിൽ ചാർജ്, പാരിറ്റി, ടൈം ഇവയ്ക്ക് സിമ്മട്രി ഉണ്ടെന്നാണ്. ഇപ്പോൾ ചാർജിൻ്റെ കാര്യം എടുത്താൽ ഒരു ഏരിയയിൽ 3 പോസിറ്റീവ് ചാർജും ഉണ്ട്, അതുപോലെ തന്നെ 2 നെഗറ്റീവ് ചാർജും ഉണ്ട്. അപ്പോൾ അവിടെ ടോട്ടൽ വാല്യൂ നോക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് ചാർജാണ്. മറ്റൊരു ഏരിയയിൽ അതേപോലെ തന്നെ 3 നെഗറ്റീവ് ചാർജും ഉണ്ട്, 2 പോസിറ്റീവ് ചാർജും ഉണ്ട്. അവിടുത്തെ ടോട്ടൽ വാല്യൂ നോക്കിയാൽ ഒരു പോസിറ്റീവ് ചാർജാണ്. സോ ഈ ഒരു ഏരിയയിൽ പോസിറ്റീവ് ചാർജുമാണ്, മറ്റൊരു ഏരിയയിൽ നെഗറ്റീവ് ചാർജുമാണ്. സോ അവിടെ ആ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് എടുത്ത് മാറ്റിയാൽ അവിടുത്തെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അവിടെയും നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൻ്റെ ഭാഗത്ത് അവിടെ റൈറ്റ് ആയിരിക്കും, റൈറ്റ് ഹാൻഡിൻ്റെ ഭാഗത്ത് അവിടെ ലെഫ്റ്റ് ആയിരിക്കും. സോ ഇതുപോലെ തന്നെയാണ് നമ്മുടെ യൂണിവേഴ്സിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ആൻറ്റി യൂണിവേഴ്സിലും സംഭവിക്കുന്നുണ്ട്. സോ അത് ഫ്ലിപ്പായിട്ടാണ് സംഭവിക്കുന്നത് എന്ന് മാത്രം. സോ അത് ഫ്ലിപ്പ് മീൻസ് ഓപ്പോസിറ്റ് ആയിട്ടാണ് സംഭവിക്കുന്നത് എന്ന് തന്നെയാണ്. അടുത്തത് ടൈമാണ്. നമ്മളൊരു ടോട്ടൽ വീഡിയോ റെക്കോർഡ് ചെയ്തതിന് ശേഷം ആ ടോട്ടൽ വീഡിയോ നമ്മൾ കണ്ടു തീർത്തതിന് ശേഷം ആ വീഡിയോ റിവേഴ്സിലൊന്ന് പ്ലേ ചെയ്താൽ എങ്ങനെയിരിക്കും? അതിൻ്റെ കോണ്ടന്റിന് ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ബട്ട് റിവേഴ്സിൽ പ്ലേ ആവുന്നത് കൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ നമ്മുടെ യൂണിവേഴ്സിൽ ടൈം ഫോർവേഡ് ആയിട്ടാണ് പോകുന്നത്, അതായത് മുന്നോട്ടാണ് പോകുന്നത്. ബട്ട് ആൻറ്റി യൂണിവേഴ്സിൽ ടൈം എന്നത് ബാക്കിലോട്ടാണ്, മീൻസ് റിവേഴ്സിലാണ്. അതായത് നമ്മുടെ യൂണിവേഴ്സിലെ ടൈം പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എന്നിങ്ങനെയാണ് പോകുന്നത്. ബട്ട് ആൻറ്റി യൂണിവേഴ്സിൽ ഫ്യൂച്ചർ, പ്രസൻറ്റ്, പാസ്റ്റ് അങ്ങനെയാണ് സംഭവിക്കുന്നത്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ബിഗ് ബാങ്ങിന് ശേഷം നമ്മുടെ പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആൻറ്റി യൂണിവേഴ്സ് എന്നത് ഓൾറെഡി വികസിച്ച പ്രപഞ്ചം ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. ഈ ഒരു ആൻറ്റി യൂണിവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നതിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് എന്നാണ് സയൻറ്റിസ്റ്റുകളുടെ വാദം. അതിൽ ഏറ്റവും ആദ്യത്തേത്, നമ്മുടെ യൂണിവേഴ്സ് ബിഗ് ബാങ്ങിന് ശേഷം ഒരുപാട് വർഷം കഴിഞ്ഞ്, അതായത് ഇപ്പോഴാണ് ഇതിന് ഒരുപാട് എക്സ്പാൻഷൻ സംഭവിച്ചത്. എന്നാൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ആൻറ്റി യൂണിവേഴ്സ് എന്നത് ഓൾറെഡി എക്സ്പാൻഡ് ആയ ഒരു പ്രപഞ്ചമാണ്. അവിടെ നിന്നാണ് അത് ചുരുങ്ങി വരുന്നത്. അങ്ങനെയെങ്കിൽ ബിഗ് ബാങ്ങിൽ നടന്ന ശേഷം ഒറ്റ സെക്കൻഡ് കൊണ്ട് എങ്ങനെയാണ് ആൻറ്റി യൂണിവേഴ്സ് ഇത്രയും വളർന്നത് അല്ലെങ്കിൽ ഇത്രയും എക്സ്പാൻഡ് ആയത്? സോ ഇതൊരു പ്രോബ്ലമാണ്. ഇനി സെക്കൻഡ് പ്രോബ്ലം എന്നത് ന്യൂട്രിയോൺസ്. ഇതൊരു പാർട്ടിക്കിളാണ്, ഇതിന് ചാർജ് ഇല്ല. അതുമല്ല ഇതിൻ്റെ മാസ് എന്നത് ഏകദേശം 0ന് ഈക്വൽ ആണ്. ഇനി നമ്മുടെ പ്രപഞ്ചത്തിൽ ഇലക്ട്രോൺസ് ഉണ്ട്, അതുപോലെ തന്നെ പോസിട്രോൺസും ഉണ്ട്. ഇലക്ട്രോൺസിൻ്റെ ഓപ്പോസിറ്റ് പാർട്ടിക്കിളാണ് പോസിട്രോൺസ്. ഇത് രണ്ടും തമ്മിൽ ബാലൻസ് ഉണ്ട്. എന്നാൽ ന്യൂട്രിയോൺസ് ഏകദേശം 3 തരത്തിലാണുള്ളത്, അല്ലെങ്കിൽ 3 ടൈപ്സ് ആണുള്ളത്. ഇതെല്ലാം തന്നെ ലെഫ്റ്റ് സ്പിന്നിങ് ന്യൂട്രിയോൺസ് ആണ്. റൈറ്റ് സ്പിന്നിങ് ന്യൂട്രിയോൺസ് ഇതുവരെയും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. ലെഫ്റ്റ് സ്പിന്നിങ് ന്യൂട്രിയോൺസ് ഉണ്ടെങ്കിൽ റൈറ്റ് സ്പിന്നിങ് ന്യൂട്രിയോൺസും ഉണ്ടാവണമല്ലോ, എന്നാലല്ലേ ഒരു ബാലൻസ് ഉണ്ടാവുകയുള്ളൂ. ഇങ്ങനെ ഒരു ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ യൂണിവേഴ്സും ആൻറ്റി യൂണിവേഴ്സും പോസിബിൾ ആവുള്ളൂ. സോ ആ ഒരു കോൺസെപ്റ്റ് നിന്നാണ്, ആ ഒരു ബാലൻസ് ഉള്ള കോൺസെപ്റ്റിൽ നിന്നാണ് നമ്മുടെ ആൻറ്റി യൂണിവേഴ്സ് വന്നിരിക്കുന്നത്. സോ അത് പോസിബിൾ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആൻറ്റി യൂണിവേഴ്സ് പോസിബിൾ ആവുക? സോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആ ഒരു പ്രോബ്ലത്തിനും അല്ലെങ്കിൽ ഈ 2 പ്രോബ്ലത്തിനും സൊല്യൂഷനും കണ്ടുപിടിച്ചിട്ടുണ്ട് ചില സയൻറ്റിസ്റ്റ്. സോ അതെന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എന്നത്
ബിഗ് ബാങ്ങിന് ശേഷവും നമ്മുടെ യൂണിവേഴ്സ് അതുപോലെ തന്നെയാണ്, എക്സ്പാൻഡ് ആയിട്ടില്ല. എന്നാൽ സ്റ്റാർസും ഗാലക്സിയും ഫോം ചെയ്ത് അത് എക്സ്പാൻഡ് ആവാൻ തുടങ്ങി. സോ അതുകൊണ്ടാണ് നമ്മുടെ യൂണിവേഴ്സ് എക്സ്പാൻഡ് ആയ പോലെ നമുക്ക് പ്രതീതമാവുന്നത് എന്നാണ്. രണ്ടാമത്തെ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എന്നത് ന്യൂട്രിയോൺസ് ചാർജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ന്യൂട്രിയോൺസിൻ്റെ ഓപ്പോസിറ്റ് പാർട്ടിക്കിളും ന്യൂട്രിയോൺസ് തന്നെയാണ് എന്നതാണ്. സോ അതുകൊണ്ട് തന്നെ ന്യൂട്രിയോൺസും അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ന്യൂട്രിയോൺസ് തന്നെയാണ്. സോ അത് തമ്മിൽ ബാലൻസ് ഉണ്ട്. അതുകൊണ്ട് ആൻറ്റി യൂണിവേഴ്സ് എന്നത് പോസിബിൾ ആണ് എന്നതാണ് സയൻറ്റിസ്റ്റുകളുടെ വാദം. സോ ആൻറ്റി യൂണിവേഴ്സ് എന്നത് ഒരു തിയറിയാണ്. ഇതിന് കറക്റ്റായിട്ടുള്ള തെളിവൊക്കെ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ആൻറ്റി യൂണിവേഴ്സ് എന്നത് ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പ് വരുത്താം. പക്ഷേ അതിനുള്ള തെളിവുകളൊന്നും നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇതെല്ലാം സയൻറ്റിസ്റ്റുകളുടെ വാദം മാത്രമാണ്. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ചാനൽ ഇൻഫോർമാറ്റീവ് ആണ് അല്ലെങ്കിൽ വീഡിയോ ഇൻഫോർമാറ്റീവ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് തന്നെ ആയാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. പിന്നെ എന്താ, നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ.